ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേ നല്ല കൂന്തൽ കിട്ടി. വിലയും കുറവായിരുന്നു. 200 രൂപയ്ക്ക് 1 കിലോ കിട്ടി. നല്ല ഫ്രഷ് കൂന്തൽ. അപ്പം ഇന്ന് അതിൻ്റെ പരിപാടിയിലേക്ക് ആവാം. ഓക്കെ, അത് നന്നാക്കുമ്പോൾ കണ്ടില്ലേ എന്തൊക്കെ ഇതായിട്ട് വരുന്നത്. നമുക്കങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കുറച്ച് അധികം വാങ്ങിക്കായിരുന്നു എന്ന് തോന്നി. അതിനാദ്യം സബോള വഴറ്റുകയാണ്. നല്ല കഴുകി വൃത്തിയാക്കിയ കൂന്തൽ 2 വിസിലടിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ട് ഇഞ്ചി ഇതിലിപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുള്ളതാണ് ഒഴിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വിസിൽ വരും ചൂടുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ. പെട്ടെന്നുണ്ടായ കേസായതുകൊണ്ട് തക്കാളി ഇടാൻ മറന്നു. തക്കാളി വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് തക്കാളി ഒഴിവാക്കി. ഈ സവോള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ കറിക്ക് നല്ല തിക്ക് കിട്ടും. നാളികേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നാളികേരം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, മതിയാവും. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, മസാല ചെറിയ സ്പൂൺ എന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ കറി ലീവ്സ് ആണ്, കറിയില. നമ്മൾ പിന്നെ കുക്കിങ്ങിൽ അധികം വെളിച്ചെണ്ണയും മറ്റേ മസാലയൊന്നും ചേർക്കാറില്ല. കാരണം അതൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂന്തലിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നഷ്ടപ്പെടാൻ സാധ്യത. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഉപ്പൊക്കെ അളവാണ്. നമ്മളിവിടെ സൈഡായിട്ട് എടുക്കുന്നത് കായാണ് കേട്ടോ, കൂന്തലും കായ. കറി സെറ്റ്. നല്ല ഗ്രേവിക്ക് നല്ല തിക്ക് ഗ്രേവി. തിക്ക് ഗ്രേവി. ഇതൊരു 2-3 മണിക്കൂർ ഇടുന്നു കഴിഞ്ഞാൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.